സർവ്വലോകത്തിനുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായി കർത്താവിൻ്റെ ജനന പെരുന്നാൾ ക്രിസ്തുമസ് നമ്മെ സമീപിക്കുന്നു. അനുഗ്രഹീതമായ ഒരു പെരുന്നാളിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും സഭയായി, വിശ്വാസ കുടുംബമായി, അടിസ്ഥാന പള്ളിയായി, വ്യക്തിയായി നാം അതിന് ഒരുക്കം നടത്തുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടുതൽ വെളിച്ചം തന്ന് നമ്മുടെ ഈ ക്രമീകരണങ്ങളിലെല്ലാം അന്തർലീനമായിരിക്കുന്ന സത്യം തിരിച്ചറിയുന്നതിന് സഹായിക്കട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ് എന്ന് നാം എല്ലാവരോടും പങ്കുവയ്ക്കുന്ന ഒരു വലിയ സന്തോഷത്തിൻ്റെ തിരുനാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. മറ്റൊന്നിനും നമ്മൾ ആഘോഷിക്കുന്നതിന് ഈ പദം ഉപയോഗിക്കാറില്ലല്ലോ. ഹാപ്പി ക്രിസ്മസ്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ബോൺ, യേശു ക്രിസ്തു ജനിച്ചിരിക്കുന്നു, സർവ്വലോകത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ ഒരു വാർത്തയാണ്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര പെരുന്നാളിനെക്കുറിച്ച് അതിൻ്റെ ആഴം ഗ്രഹിക്കുന്നതിന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ശ്രദ്ധിക്കണം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടുന്നതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം ലോകത്തെ വലുതായി സ്നേഹിച്ചു, ആഴത്തിൽ സ്നേഹിച്ചു, അപരിമേയമായ സ്നേഹം നൽകി എന്നതിന് യോഹന്നാൻ സുവിശേഷകൻ ഇങ്ങനെ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മറ്റൊരു അടയാളത്തിലൂടെ നമ്മെ രക്ഷിക്കുന്നതിന്, നമ്മെ സ്നേഹിക്കുന്നതിന് ദൈവത്തിന് ആവുകയില്ല. അത്രമാത്രം ആഴമേറിയ ഒരു സ്നേഹം. ഈ ശ്ലീഹ തന്നെയാണ് നമ്മെ പഠിപ്പിക്കുക. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിൽ അല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുക. മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന തൻ്റെ ഏകപുത്രൻ്റെ മനുഷ്യാവതാരം, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന, അടയാളങ്ങളിൽ തൻ്റെ ശക്തി നിറയ്ക്കുന്ന, ഏതൊരപേക്ഷയും സാധിച്ച് തരുവാൻ കഴിവുള്ളവനായ സർവശക്തന് ഒരു മനുഷ്യക്കുഞ്ഞിൻ്റെ രൂപം എടുക്കേണ്ടുന്നത് ആവശ്യമുണ്ടോ? അതെന്തിന്? യേശുക്രിസ്തു മനുഷ്യനായി ജനിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ അനേകം അർത്ഥവ്യാപ്തി അതിൽ നിറഞ്ഞ് നിൽക്കുകയാണ്. ഏതാനും തലങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുവാൻ ഈ പരിമിതമായ സമയം നമുക്ക് ഉപയോഗിക്കാം. ഉയരത്തിലെ ദൈവം നമ്മെ സന്ദർശിച്ചു, നമ്മിലൊരുവനെ പോലെ. യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചതുവഴി വിശ്വാസത്തിൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോൾ നമുക്കെന്ത് മേന്മയാണ് ലഭിച്ചത് എന്ന് നാം തിരിച്ചറിയണം. എന്ത് മേന്മ നമുക്ക് ലഭിച്ചു? നാം ദൈവത്തെ അറിയുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവത്തോട് സംഭാഷണം ചെയ്യുന്നവരുമായ നമ്മുടെ മുൻ തലമുറക്കാരുടെ യേശുക്രിസ്തുവിന് ശേഷമുള്ള തലമുറയായി നാം ജീവിക്കുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായി നിങ്ങൾ കാണുന്നവ കാണാൻ അനേകർ കൊതിച്ചു എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ അനേകം കാതുകൾ കൊതിച്ചു. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ കാണാൻ അനേകം കണ്ണുകൾ ആഗ്രഹിച്ചു. എന്നാൽ നിങ്ങൾക്ക് ആ വരം ലഭിച്ചിരിക്കുന്നു. പഴയ നിയമത്തിലെ
ദൈവഭക്തർക്ക് ലഭ്യമാകാത്ത, എന്നാൽ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലും അതിനുശേഷവും ലഭ്യമായ ഈ വലിയ കൃപ എന്താണ്? ദൈവത്തെ അടുത്ത് ആരാധിക്കാൻ, ദൈവത്തെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും കഴിഞ്ഞ ഒരു വിശ്വാസ കൂട്ടായ്മയുടെ പിൻതലമുറക്കാരാകുന്നതിന് നമുക്ക് കഴിഞ്ഞു. ഞാനായിരിക്കുന്നവൻ ആകുന്നു എന്ന് മോശയോട് യഹോവ പറഞ്ഞത് ഓർക്കുക. കർത്താവേ, നീ ആരാണ്? ഹു ആർ യു? ഐ ആം ഹു ആം. ഞാനായിരിക്കുന്നവൻ ആകുന്നു. അവൻ്റെ വസ്ത്രം, അതിൻ്റെ വിളുമ്പ് മാത്രം കാണുവാൻ കഴിയുന്ന ഒരു മേഘം പോലെ കടന്നു പോകുന്ന യഹോവയുടെ രൂപം മോശ മലയിൽ കണ്ടത് വചനത്തിൽ പറയുന്നത് ഓർക്കുമല്ലോ. എന്നാൽ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു, ഞാനും പിതാവും ഒന്നു തന്നെ എന്ന് മനുഷ്യനായി പിറന്ന യേശുക്രിസ്തു നമ്മോട് പറയുമ്പോൾ നാം വളരെയേറെ അടുപ്പത്തിലേക്ക് വരുന്നു. ദൈവത്തെ അടുത്താരാധിക്കുന്നതിന് നമുക്ക് കഴിയുന്നു. മനുഷ്യനായി പിറന്ന ദൈവം യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. പിതാവ് എങ്ങനെയോ അങ്ങനെ പുത്രനും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. യേശുക്രിസ്തു ഇങ്ങനെ അരുളി ചെയ്തു, എൻ്റെ പ്രവൃത്തികൾ എൻ്റെ പിതാവിൻ്റേതല്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട. അസന്നിഗ്ധമായ ഭാഷയിലാണ് കർത്താവ് പഠിപ്പിക്കുക. സംശയരഹിതമായി കർത്താവ് വെളിപ്പെടുത്തുന്നു, പിതാവും പുത്രനും, പിതാവാം ദൈവവും യേശുക്രിസ്തുവും ഒരുവൻ തന്നെ. പിതാവിൻ്റെ പ്രവൃത്തികളല്ല എൻ്റേതെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കേണ്ട എന്ന് കർത്താവ് സംശയരഹിതമായി പഠിപ്പിക്കുന്നത് ഒരു കാര്യം വെളിപ്പെടുത്തുന്നു. ദൈവത്തെ അടുത്തു നിന്ന് കാണാൻ, മനുഷ്യരൂപത്തിൽ കാണാൻ, ഒരു ശിശുവായി കാണാൻ, പാപമൊഴികെ മറ്റെല്ലാറ്റിലും നമ്മെപ്പോലെ ആയവനെ കാണാൻ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് കഴിയുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവയാണ്, കാതുകൾ അനുഗ്രഹിക്കപ്പെട്ടതാണ്. നാം ശ്രവിക്കുന്ന ദൈവവചനം ഹൃദയത്തിന് ശക്തി പകരുന്നതാണ്. സങ്കീർത്തനകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നില്ലേ, കർത്താവിൻ്റെ പ്രമാണങ്ങൾ ചൊവ്വുള്ളവയാണ്, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയാണ്. അതെ, ഈ കർത്താവ് നമുക്ക് സമീപസ്ഥനാണ്. യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് ഒരു പ്രധാന കാര്യം ബോധ്യപ്പെടുന്നത് എല്ലാവർക്കും പ്രാപ്യനായ ഒരു ദൈവരൂപത്തെയാണ്. യേശുക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് ക്രിസ്ത്യാനികളുടെ രക്ഷകനായിട്ടല്ല, സർവ്വലോകത്തിൻ്റെയും രക്ഷകനായിട്ടാണ്. അറിഞ്ഞോ അറിയാതെയോ നാം ഈ ഒരു സത്യം മറയ്ക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യുന്നു എങ്കിൽ അത് പാപമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ബോൺ ഫോർ എവരി വൺ. യേശു ക്രിസ്തു ജനിച്ചത് സർവ്വജനതയ്ക്കും വേണ്ടിയാണ്, സർവ്വലോകത്തിനും വേണ്ടിയാണ്. സർവ്വലോകത്തോടും ചേർന്നാണ് നാം അവിടുത്തെ ആരാധിക്കുക. സർവ്വലോകത്തിൻ്റെയും പ്രതീകമായിട്ടാണ് 3 രാജാക്കന്മാർ അവിടുത്തെ തിരുമുൻപിൽ വിലയേറിയ കാഴ്ചകൾ സമർപ്പിച്ചത്. മനുഷ്യനായി പിറന്ന യേശുക്രിസ്തുവിന് മനുഷ്യൻ്റെ ദാരിദ്ര്യം, അവൻ്റെ വേദന, അവൻ്റെ കണ്ണുനീർ, അവൻ്റെ ദൈനംദിന വിലാപകാരണങ്ങൾ,
അവൻ്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത, അവൻ്റെ മനസ്സ് വേദനയിൽ പിടയുന്ന നിമിഷങ്ങൾ, അവൻ്റെ കണ്ണ് നനയുന്ന നീറുന്ന വേദനിക്കുന്ന അനുഭവങ്ങൾ, അവൻ ആശ്വാസത്തിന് കേഴുന്ന നിമിഷങ്ങൾ, ഇതെല്ലാം മനുഷ്യനായി പിറന്ന യേശു പൈതലിന്, മനുഷ്യനായി വളർന്ന യുവാവായ യേശുവിന്, മനുഷ്യനായി വളർന്ന് പുരുഷഭാവത്തിലേക്ക് യൗവനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്ന യേശു ക്രിസ്തു എന്ന ദൈവ മനുഷ്യ സംഗമത്തിന് അറിയുവാൻ കഴിയും. അതുകൊണ്ട് അവൻ ദുർബലരോട് കരുണ കാണിക്കുന്നതിൽ കാലതാമസം വരുത്തിയിട്ടില്ല. കരയുന്നവരോടൊപ്പം കരയുന്നതിന് ലാസറിൻ്റെ കുടുംബത്തിലെ തടിച്ചുകൂടിയ ജനക്കൂട്ടം അവനെ പിൻവലിച്ചില്ല. ആവശ്യങ്ങളിൽ കാനായിലെ കല്യാണ വിരുന്നിന് ആതിഥേയനെ അവൻ മനക്ലേശത്തിൽ നിന്ന് വിടുതൽ കൊടുത്തല്ലോ. ആയിരങ്ങൾ തിങ്ങിക്കൂടിയപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ വെളുമ്പിൽ തൊടുന്നതിന് പുറകെ വന്ന് ജ്ഞാനായക്കാരി സ്ത്രീ അവൾക്ക് യേശുവിനെ തൊടുന്നതിന് കഴിഞ്ഞല്ലോ. അകലങ്ങൾ കുറച്ച് അടുത്തേക്ക് വരുന്ന മനുഷ്യനായി പിറന്ന ദൈവത്തിൻ്റെ ഓമനപ്പേര് ഇമ്മാനുവേൽ എന്നല്ലേ? ദൈവം കൂടെ ഇരിക്കുന്നു, ദൈവം കൂടെ നടക്കുന്നു, കൂടെ കരയുന്നു, കൂടെ സന്തോഷിക്കുന്നു, കൂടെ ചേർന്ന് പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതിനേക്കാൾ ഒരാനന്ദം വീണ്ടും യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത് മനസ്സിലേക്ക് കൊണ്ടുവരാം. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുക. നാം ആദ്യം ഓർത്ത ദൈവവചനം ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവന്നാലോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. എത്ര വലിയ ആഴത്തിലുള്ള ഒരു സ്നേഹം! അവനിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ച് പോകരുത്, നിത്യജീവൻ പ്രാപിക്കണം. അതിന് തൻ്റെ ഏകജാതൻ ഒരേ ഒരു പുത്രൻ അവനെ നൽകാൻ ദൈവപിതാവ് മടി കാണിക്കാത്ത വാത്സല്യം. ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസായി പരിണമിച്ചത് ഈ അകലം കുറഞ്ഞതിൻ്റെയും അടുപ്പം വർദ്ധിച്ചതിൻ്റെയും സ്നേഹം പങ്കുവച്ചതിൻ്റെയും തോതിലും അളവിലുമാണ്. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവിശ്വാസം ചില പ്രാർത്ഥനകളുടെയും ചില അനുഷ്ഠാനങ്ങളുടെയും ചില വിശ്വാസപരമായ പ്രമാണങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെയും ഒരു മനുഷ്യ സംഗമത്തിൻ്റെയും ഒക്കെ വളരെ പരിമിതമായ അളവിലും തോതിലും നിലയിലും വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ തെറ്റുവരുന്നത് നമുക്കാണ്. തെറ്റാവരമുള്ളത് ദൈവത്തിനാണ്, തെറ്റിപ്പോകാത്തത് അവൻ മാത്രമാണ്. എന്നുവെച്ചാൽ അവിടുത്തെ പരിഗണനാ വിഷയം അന്നും ഇന്നും എന്നും ഒന്നേയുള്ളൂ: നാം നശിച്ചു പോകരുത്, നാം എല്ലാവരും രക്ഷ പ്രാപിക്കണം. അതിന് മനുഷ്യനാകണമെങ്കിൽ മനുഷ്യനാകാം, ശിശുവായി പിറക്കണമെങ്കിൽ മറിയത്തിൽ നിന്ന് ജനിച്ചുകൊള്ളാം, പരിഹാസമേൽക്കണമെങ്കിൽ ചാട്ടവാറടിയേൽക്കാൻ തയ്യാർ, പലായനം ചെയ്യണമെങ്കിൽ ജനിച്ച് 2 ദിവസം കഴിയുമ്പോൾ പ്രവാസത്തിലേക്ക് പോകണമെങ്കിൽ അതിന് തയ്യാർ, നാടുവാഴിയുടെ മുമ്പിൽ നഗ്നനായി നിൽക്കണമെങ്കിൽ ഞാൻ തയ്യാർ. പരിഹാസത്തിൻ്റെ അടയാളമായി ലോകം വാഴ്ത്തിയിരുന്ന കുരിശിൽ കയറണമോ, ബറാബാസിന് പകരം നിൽക്കണമോ? ഞാൻ തയ്യാർ.
ഒരേ ഒരു കാര്യമേ എൻ്റെ മനസ്സിൽ എന്നെ മഥിക്കുന്നുള്ളൂ, അത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ച് പോകരുത്. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇത്ര വലിയ സ്നേഹം ചരിത്രത്തിൽ ഒരു ജന്മത്തിൽ കാണുന്നതിന്, കേൾക്കുന്നതിന്, ആഘോഷിക്കുന്നതിന് ഭാഗ്യമുണ്ടായവരുടെ ഈ കാലഘട്ടത്തിലെ തലമുറയാണ് നമ്മുടേത്. ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് ആകുന്നത് ഈ സന്തോഷത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാണ്. കാറ്റൂതിക്കയറ്റിയ ബലൂണിൻ്റെ വലിപ്പത്തിലല്ല, നാം മനോഹരമായി അണിയിച്ചൊരുക്കുന്ന ക്രിസ്മസ് വിളക്കിൻ്റെ പ്രകാശധാരയിലല്ല, നാം അണിയിച്ചൊരുക്കുന്ന കൂടിൻ്റെയും കാലിക്കൂടിൻ്റെയും ക്രിസ്മസ് വർണ്ണാഭമായ കാഴ്ചകളുടെയും ഒന്നും അടിസ്ഥാനത്തിലല്ല. അതിൻ്റെ ഉള്ളിൽ മറിയാമിൻ്റെ കാൽമുട്ടുകളിൽ താലോലിക്കപ്പെടുന്ന മനുഷ്യ ശിശുവായ ദൈവപുത്രൻ്റെ ഐശ്വര്യമുള്ള ആ മുഖത്തേക്ക് നോക്കൂ. അവിടെ കാണാം മനുഷ്യ സ്നേഹത്തിൻ്റെ മുഴുവൻ തെളിമയും മുഴുവൻ ഊഷ്മളതയും. അതെ, നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിൽ അല്ല, ദൈവം നമ്മെ സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം. നാം 2018 ക്രിസ്മസിൽ യേശു ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മളുടെ വിശ്വാസ ജീവിതത്തിന്, ദൈവാനുഭവത്തിന് ദൈവദാസൻ ആർച്ച് ബിഷപ്പ് മാർ ഇവാനിയോസ് തിരുമേനിയുടെ വാക്കുകളിൽ ദൈവസമ്പാദനമെന്ന മിശിഹാനുകരണത്തിന് ആഴമുണ്ടാകണം, അർത്ഥമുണ്ടാകണം. എൻ്റെ ദൈവം എന്നിൽ നിന്ന് ഏറെ കരുതിയിരിക്കുക, എന്നെ പ്രതി ഏറ്റവും കരുതൽ നൽകിയിരിക്കുക എൻ്റെ സമ്പൂർണമായ രക്ഷയാണ്. ഞാൻ നശിച്ചു പോകരുത് എന്ന് മാത്രമല്ല, ഞാൻ ജീവൻ, അതിൻ്റെ പൂർണ്ണതയായ നിത്യജീവൻ പ്രാപിക്കണം. അതിന് ഒരുക്കമായി ഒരു ശിശുവായി ഇതാ ദൈവം നമ്മുടെ ഇടയിൽ ചരിത്രപരമായി കടന്നു വന്നിരിക്കുന്നു. യേശുക്രിസ്തു മനുഷ്യനായി എന്നത് പ്രാർത്ഥനയുടെ ഭാഗം മാത്രമല്ലല്ലോ, ചരിത്രത്തിൻ്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലും ചരിത്രത്തിൻ്റെ സംഭവവുമാണ്. അകലം കുറയ്ക്കുന്ന ഒരു ദൈവത്തെ ഇന്നിന് ആവശ്യമുണ്ടോ? അടുത്ത് സംസാരിക്കുമ്പോഴും അകലങ്ങളിലേക്ക് പോകുന്ന മനസ്സുകൾക്ക് അസ്വസ്ഥത വർദ്ധിക്കുന്ന ഈ കാലയളവിൽ നമുക്ക് നേരിട്ട് വിളിക്കാനും, ഇഷ്ടമുള്ളപ്പോൾ വിളിക്കാനും, ഏത് സമയത്ത് വിളിക്കാനും നമ്മെ സഹായിക്കുന്ന വിനിമയ മാധ്യമങ്ങൾ എത്രയോ സുലഭമാണ്. എന്നാൽ ഇത് സാധിക്കുമ്പോഴും അകലങ്ങളിൽ നിന്ന് അകലങ്ങളിലേക്ക് പോകുന്ന മനുഷ്യബന്ധങ്ങൾക്ക് ദൈവം ഒരു പരിഹാരം നിർണയിക്കുമ്പോൾ നാം ശ്രദ്ധയോടെ അതിനെ കരുതണോ? അത് ശ്രവിക്കണോ? അതിനെ വിലമതിക്കണോ? എങ്കിൽ പുൽക്കുടിലേക്ക് നമുക്ക് പോകാം. നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. നമുക്ക് ഈ ഉണ്ണിയെ ഒന്ന് കാണാം, അവിടുത്തെ ആരാധിക്കാം. ആ രാജാക്കന്മാർ അങ്ങനെയല്ലേ പറഞ്ഞത്? ലെറ്റ് us go to ബേത്ലഹേം. അപ്പത്തിൻ്റെ നാട്ടിലേക്ക്, ഈ നക്ഷത്രം നമ്മെ കൊണ്ടുപോകുന്ന ദിശയിലേക്ക് പോകാം. അവിടെ ഈ ശിശുവിനെ നമുക്ക് കാണാം, ആരാധിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം അറിയണമെങ്കിൽ 2 സ്ഥലത്തേക്ക് നിർബന്ധമായി പോയേ പറ്റൂ. 1 ബേത്ലഹേം, 2 കാൽവരി. ബേത്ലഹേമും കാൽവരിയും അന്യമായിരിക്കുന്ന ആർക്കും യേശുക്രിസ്തുവിലൂടെ
ദൈവപിതാവ് നൽകിയ സ്നേഹത്തിൻ്റെ ആഴം ഗ്രഹിക്കുവാൻ ആവില്ല. നാം കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ഓരത്ത് നിൽപ്പുണ്ടാകും. അത്ഭുതങ്ങൾ 5 അപ്പം 5000-ൽ പരം പുരുഷന്മാർക്ക് കൊടുത്ത് തൃപ്തിയാക്കി ശേഷിച്ചവ 12 കുട്ടകളിൽ ശേഖരിച്ചതിൻ്റെ പന്തലിൻ്റെ മധ്യത്തിലുണ്ടാകും. ഓശാനയിലെ ആരവമുണ്ടാക്കുന്ന ജൈവിളികൾക്കിടയിൽ നാം സംഘാടകം നൽകി മികവ് കാണിക്കുന്നവരുടെ ഇടയിലുണ്ടാകും. എന്നാൽ അതൊന്നും പര്യാപ്തമാവില്ല. യേശുക്രിസ്തുവിലൂടെ ദൈവപിതാവ് ലോകത്തിന് നൽകിയ സ്നേഹമറിയണമെങ്കിൽ കം ലെറ്റ് us go to Bethlehem. Come on, let us go to Calvary. നമുക്ക് ബെത്ലഹേമിലേക്ക് പോകാം, ശിശുവിനെ കാണാം. ദൈവ പൈതൽ കാൽവരിയിൽ യാത്ര ആരംഭിക്കുന്നത് ഈ ബെത്ലഹേമിൽ നിന്നാണ്. ആരാധന ഏറ്റുവാങ്ങിയ ഈ ദിവ്യ ശിശു ദൈവപുത്രനായി കാൽവരിയിൽ അവൻ്റെ പൂർണ്ണ പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ മുഴുവൻ ആരാധനയും അവനിലേക്ക് ഉയരുവാൻ തക്കവണ്ണം സർവ സ്നേഹത്തിൻ്റെയും അടയാളമാകുന്നു. അതിന് കാവലായി സാക്ഷിയായി ഒരു സൈന്യാധിപൻ, സെഞ്ചൂറിയൻ ഇങ്ങനെ പറയുന്നല്ലോ, ഇവൻ സത്യമായും ദൈവപുത്രൻ തന്നെ. ഇനി സാക്ഷികൾ ആവശ്യമുണ്ടോ? ക്രൂശിൻ്റെ ചുവട്ടിൽ സാക്ഷിയായി നിർത്തപ്പെട്ട സൈന്യാധിപൻ അവനെ ഏൽപ്പിച്ച ജോലിക്ക് പകരം സ്വർഗം കൊടുത്ത ജോലി നിർവഹിച്ച് മടങ്ങുന്നു. Yes, he is truly the Son of God. അവൻ ദൈവപുത്രൻ തന്നെ. കാൽവരിയിൽ ആഘോഷിക്കപ്പെട്ടതും ബെത്ലഹേമിൽ ജനിച്ചതും ഒരുവൻ തന്നെ, ദൈവസ്നേഹത്തിൻ്റെ ഏകജാതൻ യേശു ക്രിസ്തു. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യേശു ക്രിസ്തുവിനെ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ, ക്രിസ്മസ് കുർബാനയിൽ, പ്രാർത്ഥനയിൽ, കൂട്ടായ്മ വേളകളിൽ ആഴത്തിൽ കണ്ടുമുട്ടുന്നതിന് സ്വർഗം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ക്രിസ്മസ് ആശംസകളും സന്തോഷപൂർവ്വം ഞാൻ നേരുന്നു. അവിടുന്ന് നമ്മുടെ രക്ഷകനാണ്. സർവ്വലോകത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി ജനിച്ച ദൈവപിതാവ് അയച്ച അവിടുത്തെ ഏകജാതൻ. അവിടുത്തേക്ക് എന്നും ആരാധനയും ബഹുമാനവും ശക്തിയും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.